ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് പൂമ്പാറ്റയും കുഞ്ഞാറ്റയും ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുറച്ച് നേരത്തെ നിർബന്ധമൊക്കെ കാണിച്ച് എൻ്റെ കയ്യിലിരുന്ന് വാശിയൊക്കെ പിടുത്തം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒരാളെ എടുത്തപ്പോഴേക്കും കുഞ്ഞാറ്റപ്പെണ്ണ് അവിടെ കരച്ചിലായി കണ്ടോ. പൂമ്പാറ്റപ്പെണ്ണ് ആദ്യം എൻ്റെ കൈ കയറി ഇരുന്നതിനാണ് ആ വാശി കാണിക്കുന്നത്. എന്നെ കൂടെ എടുക്കമ്മേ, എന്താ ഫസ്റ്റാ ചേച്ചി പെണ്ണ മാത്രം എടുത്തേ. അപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് ചാടി കയറി ഇതുപോലെ രണ്ടുപേരെ ഞാൻ ഒരേ സമയം എടുത്തു വെക്കണം. അത് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർബന്ധം കാണിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് മടിയിലിരുന്നുകൊണ്ട് തട്ടി മാറ്റുകയാണ്. അപ്പോഴത്തെ ആ വാശിയും പിണക്കൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടുപേരുടെയും പരിപാടി അപ്പൂപ്പൻ്റെ റൂമിലെ പേപ്പറാണ് കേട്ടോ. ആ പേപ്പറെല്ലാം വലിച്ചു കീറി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അമ്മയ്ക്കും ഒരു പീസ് ഇരിക്കട്ടെ എന്ന രീതിയിൽ എൻ്റെ കയ്യിലേക്ക് വെച്ച് നീട്ടുകയാണ്. പരസ്പരം പേപ്പർ കീറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ എന്നെ രണ്ടുപേരും കളിയാക്കി ചിരിച്ചിട്ട് ഒന്നുകൂടെ പേപ്പർ കഷ്ണങ്ങൾ കീറുകയാണ്. അത് അവരെന്തൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാലും നമ്മളത് വിലക്കുന്ന സമയത്ത് അവർക്കൊരു രസമാണ്. അവർ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഞാൻ ഉറക്കെ തന്നെ പേപ്പർ കീറിയത് കൊണ്ട് വെക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേന് വീണ്ടും വീണ്ടും കീറിയിട്ട് പരസ്പരം ഇങ്ങനെ വായിൽ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഞാൻ അപ്പോഴേ പിടിച്ച് മാറ്റി മടക്കി അങ്ങ് വെച്ച് പേപ്പറെല്ലാം. അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് പഴം പുഴുങ്ങി കൊടുക്കാറുണ്ട്. അങ്ങനെ 2 ഏത്തപ്പഴമൊക്കെ എടുത്ത് അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഴുങ്ങിയൊക്കെ കിട്ടിയപ്പോഴേക്കും രണ്ടുപേരും അവിടെ തകൃതിയായിട്ടുള്ള കുരുത്തക്കേടുകളൊക്കെയാണ്. അങ്ങനെ ജനലിൻ്റെ അവിടെ നിന്ന് രണ്ടുപേരും മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ച് നേരം പഴം അവിടെ ഇരുത്തി ഇങ്ങനെ കൊടുത്തു കേട്ടോ. പക്ഷേ ആ ഒരു സൈഡിൽ നിന്ന് തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും വാശി പിടുത്തം. രണ്ടുപേർക്കും ജനലിനെ പിടിച്ച് അങ്ങ് മുകളിൽ കയറണം. അങ്ങനെ കുറച്ച് നേരം പഴം അവിടെ നിർത്തി കൊടുത്ത ശേഷം ഞാൻ രണ്ടുപേരെയും കൊണ്ടുവന്ന് സാധാരണ രീതി താഴെ ഇരുത്തിയാണ് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും നിർബന്ധപൂർവ്വം തന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കേട്ടോ. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ജനലിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ചെയറിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്ന സമയത്തൊക്കെ തലയിലൊക്കെ കയറി ഇടിക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അത് മഴ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോയി രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും ചോദിച്ച് എൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി വാ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു. ചില സമയം കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാണ്ട് ഇടവിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഫുഡിനോട് വെറുപ്പൊന്നും തോന്നത്തില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുഞ്ഞാറ്റപ്പെണ്ണിനെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവിടെ നിന്ന് ആംഗ്യമൊക്കെ കാണിച്ചു അനിയത്തിപ്പെണ്ണെ കുഞ്ഞാറ്റപ്പെണ്ണിനെ കൂടി വിളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റപ്പെണ്ണും കഴിച്ചൊക്കെ നോക്കി കുഴപ്പമില്ല, ഇത് വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിൽ കൂടി കുറച്ചൊക്കെ കഴിക്കാം എന്ന രീതിയിൽ കുഞ്ഞാറ്റപ്പെണ്ണും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പൂമ്പാറ്റപ്പെണ്ണ് അങ്ങനെ അധികം കഴിക്കുന്നതല്ലെങ്കിൽ കൂടി ഇന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പൂമ്പാറ്റപ്പെണ്ണ്. അങ്ങനെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മടിയിൽ കയറി ഇരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അങ്ങനെ രണ്ടുപേരും മടിയിലൊക്കെ കയറി ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അച്ഛനുള്ള തേയിലുള്ളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം കളിക്കാനൊക്കെ വിട്ട ശേഷം കൊണ്ടുപോയി കുളിപ്പിച്ചു കേട്ടോ. രണ്ടുപേരെയും കുളിപ്പിച്ച് പുത്തനുടുപ്പൊക്കെ ഇടിയിച്ച് സുന്ദരി കുട്ടികളാക്കി തലയൊക്കെ ചീവി വെച്ച് ഒരുക്കി. പിന്നെ കുളിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും ബാത്റൂമിനകത്ത് കയറി വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് പിടിച്ചിറക്കാൻ വലിയ പാടാണ്. അങ്ങനെ കുറച്ച് സമയം രണ്ടുപേരും ചീപ്പയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അതെല്ലാം വാങ്ങിച്ചു വെച്ചു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടി നിർബന്ധം കൂടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞാറ്റപ്പെണ്ണാണെങ്കിൽ ആരെങ്കിലും വരുന്ന സമയത്ത് ഓടി ചെന്ന് പൂമ്പാറ്റപ്പെണ്ണെ അടിക്കും കേട്ടോ. അത് ഒരു രസമാണ്. അതുവരെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി കുറച്ച് നേരം ഹാളിലൊക്കെ കൊണ്ടുവച്ച് പിന്നെ സിറ്റൗട്ടിലൊക്കെ പോയിരിക്കും കേട്ടോ. ഇന്ന് വിളക്കിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ കളയുന്ന പൊടിയൊക്കെ കൊണ്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ടുപേരും വിളക്കിൽ പിടുത്തമായി. പിന്നെ വിളക്കിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. ലാസ്റ്റ് കണ്ണിലെങ്ങാനും കൊള്ളുമെന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ ഞാൻ എടുത്ത് അകത്ത് കൊണ്ട് വയ്ക്കാൻ നോക്കി കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇതുപോലെ വന്ന് പുറത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരമൊന്നുമല്ല, എപ്പോൾ ഇരുന്നാലും പുറത്തിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ സ്റ്റെപ്പിൽ നിന്നൊക്കെ വീഴുമെന്ന് പേടിച്ചപ്പോൾ തന്നെ കൊണ്ടങ്ങ് അകത്താക്കിയിട്ട് അങ്ങ് കഥ അടച്ചു കേട്ടോ. പിന്നെ നൈറ്റ് ആവുന്ന സമയത്ത് ഇതുപോലാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതുപോലെ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് വണ്ടി ഓടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഉറങ്ങുന്ന സമയം ആയതുകൊണ്ടാണോ എന്തോ കുറച്ച് സമയം വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റപ്പെണ്ണ് അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലേക്ക് ചാടി കയറി. പിന്നെ ഞാനിങ്ങനെ ഇറക്കി. പൂമ്പാറ്റപ്പെണ്ണ് ഇപ്പോഴും ഭയങ്കര കാര്യത്തിൽ ഇരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ അടുപ്പിൽ ചാമ്പലൊക്കെ വാരി
പിന്നെ ഈ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വാരി നമ്മൾ ഈ വേസ്റ്റ് ബിന്നുണ്ടല്ലോ ഇതിനകത്തേക്കാണ് ഇതിന് കമ്പോസ്റ്റ് വളമായിട്ട് കിട്ടുമല്ലോ, അത് ഇതുപോലെയാണ് എടുക്കുന്നത്. വേസ്റ്റ് എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം അരിഞ്ഞിട്ടിട്ട് അതിനകത്ത് നമ്മൾ വരുന്ന ചാമ്പലെല്ലാം ഇതിനകത്ത് ഇടും കേട്ടോ. അങ്ങനെയാണ് ലാസ്റ്റ് വളമായിട്ട് കിട്ടും. അത് നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നെ അരിയൊക്കെ അടുപ്പി ഇട്ടു. പിന്നെ സാമ്പാറും അവിയലും ഒക്കെ ആയിരുന്നു ഇന്ന് സ്പെഷ്യൽ. അതൊക്കെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി സാമ്പാറും നല്ല അവിയൽ മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ക്യാരറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടുപ്പിയിട്ടു, ചോറെല്ലാം വെന്തു. അങ്ങനെ കുറച്ച് ചോറ് തണുക്കാൻ വേണ്ടി ചേട്ടന് കൊണ്ടുപോകാൻ മാറ്റി വെച്ചു. അപ്പോഴേക്കും മക്കൾ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സോഫയിലൊക്കെ ഇരുന്ന് അവരുടേതായ കുരുത്തക്കേടുകളും മറ്റും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അടുക്കളയിൽ സൂപ്പർ അവിയലും അടിപൊളി സാമ്പാറും ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറിന് കൊണ്ടുപോകാനായിട്ട് ചേട്ടൻ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മക്കൾ രണ്ടും ഒരു ഭാഗത്ത് ബിസ്ക്കറ്റിന് വേണ്ടി അവിടെ നിർബന്ധം തുടങ്ങി കേട്ടോ. രാവിലെ കിട്ടുന്ന പടിയാണല്ലോ. പിന്നെ ബിസ്ക്കറ്റ് പാപ്പമൊക്കെ എടുത്തുകൊണ്ട് വന്നു. രണ്ടുപേർക്കും ബിസ്ക്കറ്റ് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ല. കേക്കൊക്കെ ഇരിപ്പുണ്ട്. അവർക്ക് കേക്കാണെങ്കിൽ വേണ്ട. ഞാൻ ആദ്യം ഒന്ന് കേക്ക് കൊടുത്തു നോക്കി, വേണ്ട. അപ്പം ബിസ്ക്കറ്റ് പാപ്പം കൊണ്ട് കൊടുത്തു. അതെല്ലാം അവിടെയൊക്കെ പൊടിച്ചിടാനൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വായിൽ വെച്ച് അരിയിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ വന്നു ചേട്ടന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇലയെല്ലാം വാട്ടി ചേട്ടന് ചായയൊക്കെ ഇട്ടു. കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് കുഞ്ഞുങ്ങളവിടെ എന്തൊക്കെ ചെയ്യുകയാണെന്ന്. അപ്പോഴേക്കും ചേട്ടൻ കുളിച്ച് റെഡിയായി വന്നു. കാരണം ഇന്ന് ചേട്ടന് കുറച്ച് നേരത്തെ പോകണം, ഒരാവശ്യം ഉണ്ടായിരുന്നു. ചായയൊക്കെ അപ്പോഴേക്കും ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് നേരത്തെ തന്നെ ചേട്ടൻ റെഡിയാകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരണത്തിനൊക്കെ പോയിട്ട് വേണം ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ എന്നും ഒരു 7-7:30 സമയത്തിനുള്ളിൽ പോകുമെങ്കിൽ ഇന്നൊരു 6:30 ആയപ്പോഴത്തേനെ പോയി. അതുകൊണ്ട് ചോറിന് ചമ്മന്തി ഒന്നും അരയ്ക്കാൻ വേണ്ടി നിന്നില്ല. ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിയലും മുട്ട പൊരിച്ചതും ഒക്കെ ആയിരുന്നു കൊണ്ടുപോയിട്ടുള്ളത്. സാമ്പാറുണ്ടെങ്കിലും അങ്ങനെ സാമ്പാറൊന്നും അധികം അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അങ്ങനെ പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചേട്ടൻ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറായി കേട്ടോ. അപ്പോഴേക്കും മക്കൾ അച്ഛൻ ഇറങ്ങി വരുന്ന കാണുമ്പോൾ തന്നെ താഴെ നിന്ന് സോഫയുടെ അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കുന്ന മക്കൾ അപ്പോൾ തന്നെ ചേട്ടൻ്റെ അടുത്തേക്ക് ചുറ്റിപ്പറ്റി വരാൻ തുടങ്ങും കേട്ടോ. അത് അച്ഛൻ ഷർട്ടിട്ട് പോകാൻ നിൽക്കുകയാണെന്ന് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടപ്പോൾ രണ്ടുപേരും ഇതുപോലെ അങ്ങ് പുറത്തിറങ്ങലാണ്. പിന്നെ ഇന്ന് ഇച്ചിരി നിർബന്ധം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ പിടിച്ചിങ്ങ് കൊണ്ടുവന്നു കേട്ടോ. ചേട്ടൻ്റെ പിറവേ അങ്ങ് ഓടിക്കളയും കേട്ടോ. രണ്ടുപേരെയും അകത്താക്കി കതവൊക്കെ അടച്ച ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള കുറുക്ക് സാധാരണ ചായയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാറുണ്ട്. നേരത്തെ ചേട്ടൻ പോകുന്ന ദിവസം ആയതുകൊണ്ടേ നേരത്തെ പോകുന്നതുകൊണ്ട് കുറച്ച് വൈകിയാണ് കുറുക്കൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യണമായിരുന്നു. കാരണം നേരത്തെ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 6:30 ആയപ്പോഴെന്ന് നേരത്തെ പോയിരുന്നു. അങ്ങനെ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ കുറുക്കൊക്കെ ആക്കി വെച്ച ശേഷമാണ്. അവർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ പാവയ്ക്കൊക്കെ അരിഞ്ഞു. അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഞെവിടി കുറച്ച് നേരം ഇതിനകത്തേക്ക് ഉപ്പും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് നേരം വെച്ച ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ആക്കി വെച്ചു കേട്ടോ. പാവയ്ക്ക നന്നായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പൊന്നും പാവയ്ക്കൊന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം പാവയ്ക്കൊക്കെ കഴിച്ചു തുടങ്ങി. എനിക്കിഷ്ടമാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് ഈ കയ്പ്പാന്നൊക്കെ പറഞ്ഞ് ഞാൻ പാവയ്ക്ക വീട്ടിലൊക്കെ വയ്ക്കുന്ന സമയത്ത് കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരുപാട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പാവയ്ക്ക മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പാവയ്ക്കൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ മക്കൾ രണ്ടുപേരും ആളിലൊക്കെ ഇരുന്ന് കുറച്ച് അവരുടേതായ ഓടിപ്പിടുത്തവും ഒളിച്ചുകളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ രണ്ടുപേരെയും ചെന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എൻ്റെ പിറവേ ഇങ്ങ് വരും. അങ്ങനെ കുറച്ച് നേരം ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും എനക്കൊപ്പം ഇല്ലാതെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടത് എന്നെ ഒന്ന് നോക്കി. ഞാൻ വിചാരിച്ചു കൂടെ വരുമെന്ന്. അങ്ങനെ വന്നില്ല. പിന്നെ ഞാൻ പാവയ്ക്കൊക്കെ അടുപ്പി വെച്ച ശേഷം വന്ന് തൂത്തൊക്കെ ഇട്ടു. അങ്ങനെ വീടിൻ്റെ സൈഡൊക്കെ ഒന്ന് തൂത്ത് വാരിയിടാൻ വേണ്ടി അങ്ങോട്ട് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ രണ്ടുപേരും പുറത്തേ ചാടി കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന് സ്റ്റെപ്പിലൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അധിക നേരം ഒന്നും ഇരുത്താൻ കഴിയില്ല. രണ്ടുപേരും വിശ്വസിക്കാൻ പറ്റത്തില്ല. രണ്ടും കൂടെ അങ്ങ് പുറത്തിറങ്ങി കല്ലൊക്കെ എടുക്കും. അപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ അങ്ങോട്ട് അതിൻ്റെ പേരിലായി നിർബന്ധം. പിന്നെ
കുറുക്ക് കൊടുക്കാൻ കൊണ്ടിരുത്തിയപ്പോൾ അതിൻ്റെ വാശിയാണ്, ഞാൻ എടുത്തുകൊണ്ട് വന്നതിൻ്റെ വാശിയാണ് ഈ കാണിക്കുന്നത്. കഴിക്കാതിരുന്ന് കരയാണ് പൂമ്പാറ്റ പെണ്ണ്. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വാശിയും കരച്ചിലൊക്കെയാണ്. കുഞ്ഞാറ്റ പെണ്ണ് കുറുക്കൊക്കെ ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ വാശിയൊക്കെ കളഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് പൂമ്പാറ്റ പെണ്ണും കുറുക്ക് കൊടുത്തു കേട്ടോ. അത് അങ്ങനെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനെ പുറത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് രണ്ടുപേരും തറയിൽ കിടന്നങ്ങ് കരഞ്ഞളയും കേട്ടോ. വലിയ വാശി പിടിച്ച് കരയുന്ന സമയത്ത് കുറച്ച് നേരം സമാധാനിപ്പിക്കാൻ ഞാൻ അവിടേക്കാണ് കൊണ്ടിരുത്തുന്നത്. ഞാൻ കൂടെ കാണും കേട്ടോ. പുറത്തിറങ്ങി കൈ മണ്ണൊക്കെ പറ്റിച്ച് അഴുക്കൊക്കെ ആക്കി കല്ലൊക്കെ വാരി വായിലൊക്കെ വയ്ക്കാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് അധിക സമയം അങ്ങനെ ഇരുത്താറില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്ത ശേഷം വന്ന് കുറച്ച് പാത്രം കഴുകി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിറ്റേന്ന് ദോശ ഉണ്ടാക്കാനുള്ള അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറുപയർ, കഞ്ഞിക്കൊക്കെ ആവശ്യത്തിനുള്ള ചെറുപയറൊക്കെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചു. അതിനുശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. കുറുക്കൊക്കെ കുടിച്ചതിൻ്റെ എഫക്റ്റിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിക്കും കേട്ടോ. പിന്നെ രണ്ടും കൂടെ നിർബന്ധം തുടങ്ങി അടുക്കളയിലേക്ക് എൻ്റെ കൂടെ ഇങ്ങ് പോരുന്നു. പിന്നെ കുറുക്കൊക്കെ കുടിച്ച് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ ശേഷമാണ് കൊണ്ടുപോയി കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി. പിന്നെ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിനകത്ത് കയറി വെള്ളത്തിലൊക്കെ കളിച്ച് കുറേ നേരം ഇരിക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ട് കൈ കൊണ്ടും ഒരേ സമയത്ത് കുളിപ്പിക്കുന്നതുകൊണ്ട് തന്നെ തല ഞാൻ കഴുകുന്ന സമയത്ത് രണ്ടുപേരെയും ദേഹമൊക്കെ ഒരുമിച്ച് തന്നെ സോപ്പിട്ട് കഴുകും. തലയൊക്കെ കഴുകുന്ന സമയത്താണെങ്കിൽ ഇവരുടെയൊക്കെ എണ്ണ കുറച്ച് ഉപയോഗിച്ച ശേഷം അവരുടെ ഷാമ്പുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേബീസിൻ്റെ. അപ്പം അത് ഒരാളുടെ തല കഴുകിയിട്ട് ആ ഒരു തല നന്നായിട്ട് തുടച്ചു കൊടുക്കും കേട്ടോ. ബാത്റൂമിൽ വെച്ച് തന്നെ തുടച്ച് കൊടുത്തിട്ട് ആണ് അടുത്ത ആളെ കുളിപ്പിക്കുന്നത്. കാരണം തലയിൽ വെള്ളം താരുമെന്ന് പേടിച്ചിട്ടാണ്. അങ്ങനെയാണ് ഇപ്പോൾ രണ്ടുപേരെയും കൊണ്ട് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് എന്നെ കൊണ്ട് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടുപേരെ തലയൊക്കെ കഴുകിയെടുക്കാൻ വേണം. ഒരുപാട് നേരം അങ്ങനെ വെള്ളം താന്ന് നിന്ന് കഴിഞ്ഞാൽ പനിയും പിടിക്കും. അതുകൊണ്ട് ആ രീതിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ നമുക്ക് കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെ രണ്ടുപേർക്കും വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ വേണ്ടി കിടത്തി. ഉറങ്ങിയ ശേഷമാണ് രണ്ടുപേർക്കും പിരിവൊക്കെ എഴുതി കൊടുക്കുന്നത്. കാരണം ഇപ്പം ഉറങ്ങി കിടക്കുവാണെങ്കിൽ കൂടി നമ്മളിങ്ങനെ എഴുതുന്ന സമയത്തെ രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ വെട്ടിച്ചിട്ട് കരിയൊക്കെ സ്പ്രെഡ് ആവും കേട്ടോ. അങ്ങനെ എന്നാൽ കൂടി ഞാൻ രണ്ടുപേർക്കും പിരിവ് എഴുതി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്കും പിരിവൊക്കെ എഴുതി സുന്ദരി കുട്ടികളാക്കിയിട്ടാണ് ഉറക്കി കിടത്തുന്നത്. കണ്ടോ, ഞാൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെ കൈയൊക്കെ കൊണ്ട് തട്ടി മാറ്റുകയാണ്. അങ്ങനെ രണ്ടുപേരും ഉറങ്ങി.